തിരുവനന്തപുരം വരെ പോകാൻ ഞങ്ങൾക്ക് വണ്ടിക്കൂലിക്ക് പൈസയില്ല. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലായിരുന്നു ആദ്യം കുടിൽ കെട്ടിയത്. അതിനുശേഷം പിന്നെ ഇപ്പുറത്ത് ക്ലിപ്പ് ഹൗസിന്റെ മുമ്പിലും. ഈ സമരത്തിലേക്ക് കേരളത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഓരോ സ്ഥലത്തുള്ള ആളുകൾ കുടിൽ കെട്ടാനുള്ള സാധനങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് അവർ വന്നു തുടങ്ങി. പിന്നെ ഈ ഭൂരഹിത കണ്ടെത്തൽ, ഭൂമി കണ്ടെത്തൽ, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഗവൺമെന്റ് പുറകോട്ട് പോയപ്പോഴാണ് മുത്തങ്ങയിലേക്കുള്ള 2003 സമരം വരുന്നത്. പെണ്ണുങ്ങളെ ഒക്കെ വന്നിട്ട് പോലീസുകാർ മൂട്ടിക്കുത്തിന് പിടിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇടിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിലെ പെണ്ണുങ്ങളും പിന്നെ അവരെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി പിടിച്ചു വലിച്ച സമയത്ത് ഒരാളുടെ സാരി മൊത്തം അഴിച്ചു കളഞ്ഞു. ഒരു വനിതാ പോലീസിന്റെ സാരി അഴിച്ച് ഞങ്ങളുടെ ആളുകളുടെ കയ്യിലായി സാരി. അവര് സ്കേർട്ടും ബ്ലൗസും മാത്രം അവിടെ ഇട്ട് നിന്നു. ഗീതാനന്ദനെ ഞാൻ ആദ്യമായി കാണുന്നത്, ശരിക്കും ഗീതാനന്ദനെ അങ്ങനെ നേരിൽ കണ്ട് പരിചയപ്പെടുന്നത് ഈ ഭൂമിയിൽ വെച്ചിട്ടാണ് 95. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറി കുടിൽക്കെട്ടൽ സമരം നടത്തി. പനവല്ലി ഈ ഭൂമിയിൽ കയറി കുടിൽക്കെട്ടൽ സമരം നടത്തിയ സമയത്ത് സിറ്റിയുടെ തൊട്ടടുത്തായിരുന്നു ഷെഡ് ഉണ്ടായിരുന്നത്, താഴെ ടൗണിന്റെ അടുത്ത്. പിന്നീടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവിടെ ഞങ്ങൾ ഒരു ഷെഡ് വെച്ച് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ആലക്കോട് വെച്ച് ഒരു ഭൂസമര കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു. ആ കൺവെൻഷനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അന്ന് ഗീതാനന്ദൻ ഇവിടെ വന്നേ. അന്ന് ആലക്കോട് ഭൂസമര കൺവെൻഷനിൽ പങ്കെടുക്കാൻ, അത് ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലണം എന്ന് പറഞ്ഞ് അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ. ഞങ്ങൾ ഇവിടുന്ന് ഒരു ജീപ്പിന് ആളുകൾ പോയത് ആലക്കോടേക്ക്. അപ്പോ അതിന്റെ വാടകയൊക്കെ അവർ തന്നെ കൊടുക്കുക ചെയ്തത്, ചെലവും കാര്യങ്ങളൊക്കെ. അങ്ങനെ അന്ന് തൊട്ട് പിന്നെ ഗീതാനന്ദനുമായിട്ട് അങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു ബന്ധവും ഒരുമിച്ചുള്ള ഒരു കമ്മിറ്റി പ്രവർത്തനം അങ്ങനെയൊക്കെ ഉണ്ടായി. അത് പ്രവർത്തിച്ചു തുടങ്ങുന്നത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതിനുശേഷം പിന്നെ പല മീറ്റിങ്ങുകളും ഞങ്ങൾ ഒരുമിച്ച് കാണുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ഒരുമിച്ച്. അപ്പോൾ കണ്ണൂർ തിരുവോണപ്പുറം ഒരു സമരം നടക്കുന്നുണ്ട്, അതിനൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അല്ല, അത് ഓരോ കാര്യങ്ങൾ നടത്തുമ്പോൾ നമുക്കറിയാലോ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അറിയുന്നതിനനുസരിച്ച് നമ്മൾ നിലപാടെടുത്ത് നിൽക്കും. അങ്ങനെയാണ് ചെയ്തത്. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കുടിൽക്കെട്ടൽ സമരം നടക്കുന്നത് 2001. 2001 ഇപ്പൊ ആ സമരത്തിനകത്ത് ഭൂരിഭാഗം ഈ സമരഭൂമിയിൽ ഉണ്ടായിരുന്ന ആളൊക്കെയാണ് പോയത്. ഈ പനവല്ലി ഈ സമരഭൂമിയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെയാണ് ആ സമരത്തിലേക്ക് ശരിക്കും പോയത്. അന്ന് ഞങ്ങള് തിരുവനന്തപുരം വരെ പോകാൻ ഞങ്ങൾക്ക് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഷൊർണൂർ വരെ ഇവിടുന്ന് ജീപ്പ് വാടകയ്ക്ക് വിളിച്ചിട്ട് അവിടെ കൊണ്ടിറക്കി. അവിടുന്ന് പിന്നെ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ, പൈസ ഇല്ലാത്തോണ്ട് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ കയറി പോവുക ചെയ്തേ ഷൊർണൂരിന്ന്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ അറിയുന്ന ജീപ്പുകാരാ, അവരോട് നിങ്ങൾക്ക് പിന്നെ വാടക തരാന്ന് പറഞ്ഞു. അവര് ഞങ്ങൾ അവിടെ കൊണ്ടുവിട്ടു. അപ്പോൾ കൊണ്ടുവിട്ടപ്പോ അവിടെ ഷൊർണൂരിന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറി. എന്നിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് ഇറങ്ങി. അവിടെ പോയി ഇറങ്ങിയപ്പോ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ കുറച്ച് സമയം തടഞ്ഞു വെച്ചു. അപ്പൊ ഞങ്ങൾ മൊത്തം വേറെ ആദിവാസികളല്ലേ, കുറച്ച് സമയം തടഞ്ഞു വെച്ചിട്ട് പിന്നെ അവര് തന്നെ അങ്ങ് വിട്ടു. പിന്നെ ഞങ്ങൾ പോയി. അങ്ങനെയാണ് ശരിക്കും
കുടിൽക്കെട്ടൽ സമരത്തിന് പോകുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കുടിൽ കെട്ടുക എന്നുള്ളതിലാണ് പോയത്. പിന്നെ ഈ ഗവൺമെന്റ് ഈ സമരത്തിനകത്ത് ഇടപെടല് നടത്തുന്നില്ല. അങ്ങനെ നടത്താതിരുന്നപ്പോഴാണ് ക്ലിപ്പ് ഹൗസിന്റെ മുമ്പിലും കുടിൽ കെട്ടാൻ. പിന്നെ ആളുകളും വല്ലാതെ വന്നു. ഈ സമരത്തിലേക്ക് കേരളത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഓരോ സ്ഥലത്തുള്ള ആളുകൾ കുടിൽ കെട്ടാനുള്ള സാധനങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് അവർ വന്നു തുടങ്ങി. അപ്പൊ അങ്ങനെ ആളുകൾ അതിയായപ്പോ ക്ലബ് ഹൗസിലേക്കും കൂടി സമരം മാറ്റി. ആ കുടിൽക്കെട്ടൽ സമരത്തിലാണ് ശരിക്കും കേരളത്തിലെ മുഴുവൻ ഭൂരഹിതരായിട്ടുള്ള ആദിവാസി കുടുംബത്തിനും ഭൂമി കൊടുക്കാനുള്ള ഒരു ഒത്തുതീർപ്പ് കരാറുണ്ടാവുന്നത്. ആ സമരത്തിലൂടെയാണ്, കുടിൽക്കെട്ടൽ സമരം. അപ്പോ 5 ഏക്കർ ഭൂമി നമ്മൾ വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കിയ വ്യവസ്ഥയാണല്ലോ 5 ഏക്കർ. അപ്പൊ 5 ഏക്കർ തന്നെ ഞങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ടു. അവര് ഭൂമിയുടെ ലഭ്യത അനുസരിച്ച് 5 ഏക്കർ മുതൽ 1 ഏക്കർ വരെ എന്നുള്ള കരാറാണ് ഉണ്ടാക്കിയത്. ഭൂമിയുടെ ലഭ്യത അനുസരിച്ച് 5 ഏക്കർ മുതൽ 1 ഏക്കർ വരെ കേരളത്തിലെ മുഴുവൻ ഭൂരഹിതരായിട്ടുള്ള ആദിവാസി കുടുംബത്തിനും ഭൂമി കൊടുക്കണം എന്നുള്ള ഒരു കരാറാണ് ഉണ്ടാക്കുന്നത്. അന്ന് ശരിക്കും AK ആന്റണി ആയിരുന്നു ശരിക്കും മുഖ്യമന്ത്രിയായിരുന്ന. ആന്റണി ഗവൺമെന്റിന്റെ സമയത്തായിരുന്നു 2001 ആ കുടിൽക്കെട്ടൽ സമരം നടക്കുന്നത്. ഈ 48 ദിവസം നീണ്ടുനിന്ന സമരമായിരുന്നു അത്, ആ കുടിൽക്കെട്ടൽ സമരം. അത് നടന്നു. അതിന്റെ കരാറും വ്യവസ്ഥകളൊക്കെ ആയി. പിന്നെ 1 വർഷത്തേക്ക് വളരെ ലൈവായിട്ട് ഭൂവിതരണ കാര്യങ്ങളിൽ ഗവൺമെന്റ് സജീവമായിട്ടുണ്ടായി. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു ഒരു നോഡൽ ഓഫീസറെ ഇതിനു വേണ്ടി ഉണ്ടാക്കണം. ഇപ്പോ മുഴുവൻ ഭൂരഹിതരായിട്ടുള്ള ആദിവാസികളെ കണ്ടെത്തി അവർക്ക് ഭൂമി കണ്ടെത്തുന്ന കാര്യത്തിൽ ഇപ്പൊ നിലവിലുള്ള വില്ലേജ് ഓഫീസിന് റൊട്ടീൻ വർക്ക് ഉള്ളത് കൊണ്ട് അതിനായിട്ട് സ്പെഷ്യലായിട്ട് സമയം കണ്ടെത്താനാവുന്നില്ല എന്നവർ പറഞ്ഞപ്പോ അതിനുവേണ്ടി ഒരു ട്രൈബൽ മിഷന് തന്നെ രൂപം കൊടുത്തിട്ടുണ്ടായി. ട്രൈബൽ മിഷന്റെ കീഴിലാണ് പിന്നെ ഭൂരഹിതരായിട്ടുള്ള ആദിവാസികളെ കണ്ടെത്തുന്നതും ഭൂമി കണ്ടെത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും നടത്തിയത്. അതിൽ ഏറ്റവും കൂടുതൽ ഭൂവിതരണം നടത്തിയത് ഇടുക്കി ജില്ലയിലായിരുന്നു. ഇടുക്കി ജില്ലയിലെ മറയൂരാണ് ഏറ്റവും ആദ്യം ഭൂവിതരണം നടത്തിയത്. അത് മറയൂർ കുണ്ടളക്കുടി കോളനിയിലുള്ള ആദിവാസികൾക്കായിരുന്നു ആദ്യമായിട്ട് ഭൂവിതരണം നടത്തിയത്. അതിനുശേഷം പിന്നെ മറയൂര്, ചിന്നക്കനാല്, പൂപ്പാറ, മാങ്കുളം, മതികെട്ടാൻ ആ പ്രദേശത്തൊക്കെ പിന്നീടാണ് ഈ കുണ്ടള മാട്ടുപ്പെട്ടി, എല്ലപ്പെട്ടി അവിടെയൊക്കെ ഇതാക്കിയത്. ഏന്തിയാർ, ഇടുക്കി, വട്ടവട, കോവിലൂര് ഒക്കെ. ഒരു വർഷക്കാലം വളരെ ലൈവായിട്ട് നടത്തി. അപ്പോ ഭൂമി എവിടെയുണ്ടെന്ന് കണ്ടെത്തുന്നു, ഭൂരഹിതരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നു, അങ്ങനെ ഭൂമി വിതരണം ചെയ്യുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്തപ്പോഴും കൈവശരേഖ പല സ്ഥലത്തും കൊടുത്തിട്ട് ഇന്നു വരെ ഭൂമി കാണിച്ചു കൊടുക്കാത്തതുണ്ട്. 2001 കൈവശരേഖ കൊടുത്തിട്ട് ഭൂമി കാണിക്കാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. പല പ്രാവശ്യമായിട്ട് അവരാവശ്യപ്പെട്ടിട്ടും അവരതിന്റെ ബാക്കി ഫോളോ അപ്പ് ചെയ്തു കൊടുത്തിട്ടില്ല. ഇത് ചെയ്യുമ്പോഴും 1 വർഷക്കാലം ലൈവായിട്ട് ഇത് നടന്നിട്ട് പിന്നീട് ഗവൺമെന്റ് ഈ സംഭവത്തിൽ നിന്ന് പുറകോട്ട് പോയി. ഇപ്പോൾ ട്രൈബൽ മിഷനിന് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അവിടുന്ന് മാറ്റി വേറെ വേറെ പോസ്റ്റിലേക്ക് മാറ്റി. അങ്ങനെ ട്രൈബൽ മിഷനെ തന്നെ ഇല്ലാണ്ടാക്കി. പിന്നെ ഈ ഭൂരഹിത കണ്ടെത്തൽ, ഭൂമി കണ്ടെത്തൽ, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഗവൺമെന്റ് പുറകോട്ട് പോയപ്പോഴാണ് മുത്തങ്ങയിലേക്കുള്ള 2003 സമരം വരുന്നത്. 2001 ലൈവായിട്ട് ഭൂവിതരണം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. കണ്ണൂര്, ശാവശ്ശേരി പറമ്പ്, ഇങ്ങനെ ഓരോ സ്ഥലത്തും, കൊല്ലത്ത് ഉറുകുന്ന്, ഇങ്ങനെ ആലപ്പുഴ, ഇങ്ങനെ എല്ലാ സ്ഥലത്തും കുറേശ്ശെ ആയിട്ട് നടന്നു. ഏറ്റവും കൂടുതൽ നടന്നത് ഇടുക്കി ജില്ലയിലായിരുന്നു നടന്നത്. പിന്നെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് നടന്നില്ല. അങ്ങനെ ആയപ്പോൾ 2003 നമ്മൾ വീണ്ടും ഈ കരാർ നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുത്തങ്ങയിലേക്ക് ശരിക്കും സമരമായിട്ട് പോകുന്നത്. 2001 കുടിൽക്കെട്ടൽ സമരത്തില് അന്ന് ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ടായി. ഞങ്ങൾ അവിടെ കുടിൽ കെട്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓണാഘോഷ പരിപാടി നടക്കുന്നത്.
അപ്പൊ ഓണാഘോഷ ആദിവാസി പ്രശ്നം പരിഹരിക്കാതെ ഓണാഘോഷ പരിപാടി നടത്തരുത് എന്ന് ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. അപ്പൊ ഗവൺമെന്റ് അത് സമ്മതിച്ചില്ല. അപ്പൊ അവര് ഓണാഘോഷ പരിപാടി അപ്പൊ നമ്മൾ തടയുമെന്ന് പറഞ്ഞു. അപ്പൊ ഓണാഘോഷ പരിപാടി തടയാൻ വേണ്ടി നമ്മൾ തയ്യാറായപ്പോ പോലീസ് വന്ന് റൗണ്ട് നമ്മളെ റൗണ്ടിൽ നിന്നിട്ട് നമ്മളെ നടുക്കാക്കി. എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ സമ്മതിക്കാതെ ആക്കി പോലീസ്. അങ്ങനെ കടക്കാൻ സമ്മതിക്കാതായപ്പോ ആദിവാസികളെല്ലാം ഡാൻസ് കളിക്കാൻ തുടങ്ങി. ആ പോലീസിന്റെ ഈ ബലേ റൗണ്ടിനകത്ത് നിന്നിട്ട് ആദിവാസികൾ മൊത്തം ഡാൻസ് കളിക്കാൻ തുടങ്ങിയപ്പോ പോലീസുകാരുടെ കാലിലൊക്കെ ചവിട്ടി ചവിട്ടി ഡാൻസ് കളിച്ചു, കയറി ചവിട്ടി ചവിട്ടി ഡാൻസ് ചെയ്തപ്പോ ഇവര് പതുക്കെ 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 ഇങ്ങനെ മാറി. അങ്ങനെ മാറി ആ ഗ്യാപ്പ് കുറച്ച് വന്നപ്പോ ആ ഗ്യാപ്പിലൂടെ പുറത്തേക്ക് കടന്നിട്ട് ഞാൻ ഇപ്പുറത്ത് ഓണാഘോഷ പരിപാടി ഇപ്പുറത്തെ റോഡ് കൂടെയാണ് നടന്നത്. സെക്രട്ടേറിയറ്റിന്റെ സൈഡിലുള്ള റോഡ് മൊത്തം ബ്ലോക്കാണ്. ഇപ്പുറത്തൂടെ ആണ് ഓണാഘോഷ പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഡാൻസ് കളിച്ച് പോലീസിന്റെ കാലിന്റെ മേലെയൊക്കെ കയറി ചവിട്ടി ആളുകൾ ഡാൻസ് കളിച്ച് തുടങ്ങിയപ്പോ പോലീസ് കുറച്ച് ഇങ്ങനെ മാറിയപ്പോ ആ ഗ്യാപ്പ് കടന്ന് ഇപ്പുറത്തെ റോഡിൽ വന്ന് ക്രോസ് ചെയ്ത് ഞാൻ കിടന്നു. ആ ഓണാഘോഷ പരിപാടി തടഞ്ഞ് ക്രോസ് ആയിട്ട് കിടന്നു. അപ്പോ അത് മൊത്തം തടഞ്ഞു. വന്ന പ്ലോട്ടൊക്കെ തിരിച്ചു പോയി, ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യാതെ അത് മുടക്കി. അപ്പൊ എന്നെ അവര് ആ സമയത്ത് അറസ്റ്റ് ചെയ്ത് അവിടുത്തെ കൺട്രോൾമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. അത് പക്ഷെ ആരും കണ്ടില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളാരും എന്നെ ഇവര് അറസ്റ്റ് ചെയ്തിട്ട് കൺട്രോൾമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ കണ്ടില്ല. അപ്പൊ ഇവർ എന്നെ കാണാത്തോണ്ട് അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി സെക്രട്ടേറിയറ്റിന്റെ നടയിൽ. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ പെണ്ണുങ്ങളെ ഒക്കെ വന്നിട്ട് പോലീസുകാര് മുടിക്കുത്തിന് പിടിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ ഇടിച്ചു. ഇവരെ മുടിക്കുത്തിന് പിടിച്ച് കുനിച്ചു നിർത്തിയിട്ട് പുറത്തിങ്ങനെ ഇടിച്ചു. അപ്പോ ഞങ്ങളുടെ കൂട്ടത്തിലെ പെണ്ണുങ്ങളും പിന്നെ അവരെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി പിടിച്ചു വലിച്ച സമയത്ത് ഒരാളുടെ സാരി മൊത്തം അഴിച്ചു കളഞ്ഞു. ഒരു വനിതാ പോലീസിന്റെ സാരി അഴിച്ച് ഞങ്ങളുടെ ആളുകളുടെ കയ്യിലായി സാരി. അവര് സ്കേർട്ടും ബ്ലൗസും മാത്രം അവിടെ ഇട്ട് നിന്നു. അന്നാണ് ആ സമയത്ത് അവർക്ക് പാന്റും ഷർട്ടും ഇടാനുള്ള ഓർഡർ ഇട്ടത്. അതുവരെ പോലീസുകാർ ഇപ്പോ നമ്മുടെ പിന്നെ വിനയൊക്കെ ഈ പാന്റും ഷർട്ടും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സമരമൊക്കെ നടത്തിയിട്ടുണ്ട് അവര്, കുറെ പേര്. എന്നിട്ടൊന്നും അവർ സമ്മതിച്ചിട്ടില്ല, സാരി തന്നെ കൊടുത്തേ. നമ്മളുടെ ആ ഒരു സമരത്തില് വനിതാ പോലീസിന്റെ സാരി നമ്മുടെ അത് എനിക്കറിയാം, കുട്ടിയുടെ പേര് രജനി എന്ന. രജനീന്റെ മുടിക്കുത്തിന് പിടിച്ച് കുനിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ ഇട്ടിച്ചപ്പോ ഇവള് അവരെ കേറി പിടിച്ച് സാരി പിടിച്ച് വലിച്ച് അഴിച്ചതാ. അങ്ങനെ അഴിച്ചെടുത്തതാ. അന്നേരാണ് ഇവർക്ക് പാന്റും ഷർട്ടും ഇടാൻ ഓർഡർ ഇട്ടത്. ആ സെക്കൻഡിൽ ഓർഡർ ഇട്ടു. പിറ്റത്തെ ആഴ്ച തൊട്ട് മൊത്തം പാന്റും ഷർട്ട്, ആർക്കും സാരിയില്ല.